റളിയല്ലാഹു അൻഹു പറയാണ്, ഹുവ ഇൽമു യുഅറഫു ബിഹി കൈഫിയത്തു തറഖി അഹ്ലിൽ കമാലി മിനൻ നൗഇൽ ഇൻസാനിയി ഫി മദാരിജി സആദതിഹി. ഞാൻ ഈ നിർവചനങ്ങളൊക്കെ പറയുന്നത് എന്തിനു വെച്ചാൽ, ഇന്ന് സൂഫിസത്തെ പല രീതിയിൽ വളച്ചൊടിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ ഈ മഹാന്മാരൊക്കെ പഠിപ്പിച്ചെന്നൊരു സൂഫിസം മതി നമുക്ക് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് എല്ലാവരും നിർവചനങ്ങൾ പറയുന്നവരാണ്. ഇപ്പോൾ സൂഫിസത്തെ ഏറ്റവും കൂടുതൽ നിർവചനങ്ങൾ സൂഫിസത്തെക്കുറിച്ച് മഹാന്മാർ പറഞ്ഞതിനെ മനസ്സിലാക്കി കൊടുക്കുന്നത് ഒരു ഷെയ്ഖിലേക്കൊന്നും വരാതെ, തെരീക്കത്തിലേക്കൊന്നും കടന്നു വരാതെ ഞങ്ങളാണ് ദീൻ നടത്തുന്ന ആളുകളെന്നും പറഞ്ഞു നടക്കുന്ന ശരീഅത്തിൻ്റെ പണ്ഡിതന്മാരായിരിക്കും. അവരും ഈ നിർവചനങ്ങൾ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഈ നിർവചനങ്ങൾക്കപ്പുറം ചില വിഷയങ്ങളും കൂടി മനസ്സിലാക്കുമ്പോൾ അവർ ഒരിക്കലും ഈ വിഷയങ്ങൾ പറയാൻ മുതിരൂല എന്നതും കൂടി നമ്മളുടെ ഈ സൂഫി കലാം ചർച്ചയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മനസ്സിലായോ? അപ്പോൾ ബഹുമാനപ്പെട്ട അൽ ഹാജി ഖലീഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹുവ ഇൽമു യുഅറഫു ബിഹി കൈഫിയത്തു തറഖി അഹ്ലിൽ കമാലി മിനൻ നൗഇൽ ഇൻസാനിയി ഫി മദാരിജി സആദതിഹി. മർത്യസഞ്ചയത്തിൽ നിന്ന് പൂർണ്ണത പ്രാപിച്ചവർ, ഏറ്റവും ഉത്തമമായി പൂർണ്ണത പ്രാപിച്ച ആളുകൾ, ഫി മദാരിജി സആദാതിഹിം തങ്ങളുടെ വിജയപാതകളിൽ എങ്ങനെയൊക്കെയാണ് പുരോഗതി പ്രാപിച്ചത് എന്ന് ഗ്രഹിക്കാൻ സാധിക്കുന്ന വിജ്ഞാനശാഖയാണ് തസൗഫ്, സൂഫിസം. കൈഫിയത്തു തറക്കി അഹ്ലിൽ കമാലി എന്നാണ് പറഞ്ഞത്. പൂർണ്ണത പ്രാപിച്ച ആളുകൾ എങ്ങനെയൊക്കെയാണ് അവരുടെ വിജയപാതകളിൽ പുരോഗതി പ്രാപിച്ചത് എന്ന് ഗ്രഹിക്കാൻ സാധിക്കുന്ന വിജ്ഞാനശാഖ. എന്നിട്ട് തുടർന്ന് മഹാനവറുകൾ പാടുകയാണ്, എന്താ, ഇൽമു തസൗഫി ഇൽമുൻ ലൈസ യഅരിഫുഹു ഇല്ലാ അഖൂ ഫിത്നത്തിൻ ബിൽ ഹഖ്ഖി മഅറൂഫു വലൈസ യഅരിഫുഹു മൻ ലൈസ യശ്ഹദുഹു വകൈഫ യശ്ഹദു ലൗ അശ്ശംസി മക്ഫൂഫു. ഇൽമു തസൗഫി ഇൽമുൻ ലൈസ യഅരിഫുഹു ഇല്ലാ അഖൂ ഫിത്നത്തിൻ ബിൽ ഹഖ്ഖി മഅറൂഫു. സത്യവാനും ബുദ്ധിമാനുമായ ഒരാൾക്ക് മാത്രമേ തസൗഫ് അഥവാ സൂഫിസം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. വലൈസ യഅരിഫുഹു മൻ ലൈസ യശ്ഹദുഹു. സ്വന്തമായി അനുഭവിച്ചറിഞ്ഞ ആൾക്കല്ലാതെ തസൗഫ് എന്താണെന്ന് അറിയാൻ കഴിയുകയില്ല. സ്വന്തമായി അനുഭവിച്ചറിഞ്ഞ വെളിച്ചത്തിൽ ഒരാളിലേക്ക് വന്നാൽ മാത്രമേ എന്താണ് സൂഫിസം തസൗഫ് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. വകൈഫ യശ്ഹദു ലൗ അശ്ശംസി മക്ഫൂഫു. കണ്ണ് കാണാത്ത വ്യക്തിക്ക് സൂര്യപ്രകാശം എങ്ങനെ ദർശിക്കാൻ സാധിക്കും എന്ന് കശ്ഫുൽ ളുനൂൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മുസ്തഫ അൽ ഹാജി ഖലീഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്. മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂനിലല്ല. ശരിയായോ? കശ്ഫുൽ ളുനൂൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്. ഓക്കെ, ഇനിയോ വീണ്ടും നമുക്ക് നിർവചനങ്ങളിലൂടെ തന്നെ യാത്ര ചെയ്യുന്ന ഇന്നത്തെ ചർച്ച നിർവചനങ്ങളാണ്, സൂഫിസത്തെ സംബന്ധിച്ചുള്ള നിർവചനങ്ങളാണ്. മഹാനായ ഇബ്നു അജീബത്തുൽ ഹസനി റഹ്മത്തുള്ളാഹി അലൈഹി ഷാഫി മദ്ഹബിൽ വലിയ ഷാദുലി ത്വരീഖത്തിൽ ഉന്നതമായ സ്ഥാനം കൈവരിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഇബ്നു അജീബത്തുൽ ഹസനി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകൾ പറയാണ്, അത്തസൗഫു ഹുവ ഇൽമു യുറഫു ബിഹി കൈഫിയത്തു സുലൂക്കി ഇലാ ഹളറത്തി മലിക്കിൽ മുലൂക്ക്. രാജാതിരാജനായ റബ്ബിൻ്റെ സന്നിധിയിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നും വതസ്ഫിയത്തിൽ ബവാത്തിനി മിനർ റദാഇലി. ഹീന സ്വഭാവങ്ങളിൽ നിന്ന്, മോശ സ്വഭാവങ്ങളിൽ നിന്ന് ഹൃദയാന്തരങ്ങളെ എങ്ങനെ സ്ഫുടം ചെയ്തെടുക്കാമെന്നും വതഹലിയത്തുഹാ ബി അൻവാഇൽ ഫളാഇലി. ഉന്നതമായ സ്വഭാവങ്ങൾ വഴി അവയെ എങ്ങനെ സുന്ദരമാക്കാം എന്നും ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു വിജ്ഞാനശാഖയാണ് സൂഫിസം എന്ന് പറയുന്നത്. ഇൽമു യുറഫു ബിഹി കൈഫിയത്തു സുലൂക്ക്. എങ്ങനെ സുന്ദരമാക്കി, എങ്ങനെ ഇവകളെ കൈഫിയത്തു സുലൂക്കി ഇലാ ഹളറത്തി മലിക്കിൽ മുലൂക്ക്, രാജാതിരാജൻ്റെ സന്നിധിയിലേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്നും
അതുപോലെ തസ്ഫിയത്തുൽ ബവാത്തിനി മിനർ റദായിലി, മോശമായ വിശേഷണങ്ങളിൽ നിന്ന് ഹൃദയാന്തരങ്ങളെ എങ്ങനെ സ്ഫുടം ചെയ്തെടുക്കാമെന്നും വതഹരിയത്തുഹാ ബി അൻവാഇൽ ഫളാഇൽ, ഉന്നതമായ സ്വഭാവങ്ങൾ വഴി അവയെ എങ്ങനെ സുന്ദരമാക്കാം എന്നും മനസ്സിലാക്കി തരുന്ന, ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു വിജ്ഞാനശാഖയാണ് തസവ്വുഫ്. വ അവ്വലുഹു ഇൽമുൻ വ വസ്തുഹു അമലുൻ വ ആഖിറുഹു മൗഹിബത്തുൻ. അതിൻ്റെ ആദ്യ പടി വിജ്ഞാനവും മധ്യം കർമ്മവും അന്ത്യം അള്ളാഹുവിൻ്റെ വരദാനവുമാണ്. വിജ്ഞാനം ലഭിച്ച് അതനുസരിച്ച് അമൽ ചെയ്യുമ്പോൾ അള്ളാഹു തആല ഓശാരമായി നൽകുന്ന വിജ്ഞാനമാണ് സൂഫിസം. മനസ്സിലായോ? മൻ അലിമ ബിമാ അമില, മൻ അമില ബിമാ അലിമ, പഠിച്ചതനുസരിച്ച് ഒരാൾ അമൽ ചെയ്താൽ അല്ലമഹുല്ലാഹു മാ ലം യഅലം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യം പഠിക്കണം, വിജ്ഞാനം വേണം, എന്നിട്ട് അതനുസരിച്ച് അമൽ ചെയ്യണം. അപ്പോൾ അള്ളാഹു തആല ഓശാരമായി ഇട്ട് തരുന്ന അള്ളാഹുവിൻ്റെ വരദാനമാണ് ഇതെന്ന് പറയുന്നത് സൂഫിസം. അതൊരു ആത്മീയ ഗുരുവിലൂടെ സാധ്യമാകൂ എന്ന് മഹാനവറുകൾ പറയുന്നുണ്ട്. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതാണ്. ഇതിങ്ങനെ പഠിച്ചാൽ ശരിയാണല്ലോ, ഇങ്ങനെ പഠിച്ചതനുസരിച്ച് അമൽ ചെയ്താൽ എല്ലാവർക്കും പഠിച്ചതനുസരിച്ച് അമൽ ചെയ്തെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യൂല, ഈ വരദാനം കിട്ടൂല. വരദാനം എന്ന് പറഞ്ഞ സംഗതി അള്ളാഹുവിൻ്റെ ആത്മീയ ഗുരുക്കളിലൂടെ ലഭിക്കുന്ന ഒന്നാണ്. പിന്നെ വളരെ അപൂർവമായിട്ട് ലഭിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. അതിവിടെ ചർച്ചയല്ലല്ലോ, പൊതുവായിട്ടുള്ള തത്വങ്ങളല്ലേ നമ്മൾ പറയുള്ളൂ, പൊതുവായിട്ടുള്ള നിയമങ്ങളല്ലേ പറയുള്ളൂ. അപ്പോൾ ഇന്ന ആൾക്ക് പിന്നെ ഷെയ്ഖില്ലാതെ കിട്ടിയിട്ടുണ്ടല്ലോ, അതിവിടെ ചർച്ച വേറെ. അതൊന്നും പൊതു നിയമമായിട്ട് സമൂഹത്തിൻ്റെ മുന്നിൽ പറയാനും പറ്റൂല. അത് അദ്ദേഹത്തിനെ അനുകരിക്കാനും പറ്റുകയില്ല. ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അടുത്ത നിർവചനം എന്താ? ഇസാലത്തുൽ ഖുശൈരിയുടെ ഹാമിഷിൽ മഹാനവറുകൾ പറയുന്നു, التصوف علم تعرف به أحوال تزكية النفوس وتصفية الأخلاق وتعمير الظاهر والباطن لنيل السعادة الأبدية. എന്താ? ശാശ്വതമായ വിജയത്തിന് വേണ്ടി, ശാശ്വതമായ വിജയമാണ് നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നത്, ലക്ഷ്യമാക്കുന്നത്. ശാശ്വതമായ വിജയത്തിന് വേണ്ടി തഅമീറുൽ ലാഹിരി വൽ ബാത്തിനി, അകവും പുറവും സ്ഫുടം ചെയ്തെടുക്കുന്നതിന് വേണ്ടിയും അകവും പുറവും സ്ഫുടം ചെയ്തെടുക്കുകയും തസ്വിയത്തുൽ അഖ്ലാഖി, സ്വഭാവങ്ങൾ ശുദ്ധീകരിക്കുകയും അതുപോലെ തന്നെ അഹ്വാലു തസ്കിയത്തിൻ നുഫൂസ്, ആത്മസംസ്കരണത്തിൻ്റെയും സ്ഥിതിഗതികൾ മനസ്സിലാക്കാനുമുള്ള വിജ്ഞാന മേഖലയാണ് തസവ്വുഫ് എന്ന് പറയുന്നത്. ഇൽമുൻ തുഅറഫു ബിഹി അഹ്വാലു തസ്കിയത്തിൻ നുഫൂസ്, ആത്മസംസ്കരണത്തിൻ്റെ സ്ഥിതിഗതികൾ മനസ്സിലാക്കാനുള്ള വിജ്ഞാനശാഖ. വതഅമീറുൽ അഖ്ലാഖ്, സ്വഭാവ ശുദ്ധീകരണങ്ങളെ മനസ്സിലാക്കാനുള്ള വിജ്ഞാനശാഖ. വതഅമീറുൽ ലാഹിരി വൽ ബാത്തിനി, അകവും പുറവും സ്ഫുടം ചെയ്തെടുക്കാനുള്ള വിജ്ഞാനശാഖ. എന്തിനു വേണ്ടി? ലിനൈലി സഅദത്തിൽ അബദിയ, ശാശ്വത വിജയത്തിന് വേണ്ടി. ഇതാണ് സൂഫിസം എന്ന് പറയുന്നത്. മഹാനായ ഷെയ്ഖ് സറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി 2-3 നിർവചനം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. മഹാനായ ഷെയ്ഖ് സറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അത്തസവ്വുഫു, സൂഫിസം എന്നാൽ ഇൽമുൻ ഖുസിദ ലി ഇസ്ലാഹിൽ ഖുലൂബി വ ഇഫ്റാദിഹാ ലില്ലാഹി തആല അമ്മാ സിവാഹു, ഹൃദയങ്ങളെ നന്നാക്കലും അള്ളാഹു അല്ലാത്തവയിൽ നിന്നെല്ലാം ഹൃദയങ്ങളെ ഒഴിവാക്കി ഏകാഗ്രമാക്കലും ഉദ്ദേശിക്കുന്ന വിജ്ഞാനശാഖയാണ് തസവ്വുഫ്. ഇത് പറഞ്ഞിട്ട് മഹാനവറുകൾ പറയാണ്, തസവ്വുഫിന് 2000-ഓളം നിർവചനങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. എല്ലാ നിർവചനങ്ങളും ചെന്നു ചേരുന്നത് അള്ളാഹുവിലേക്ക് സത്യസന്ധമായ മുന്നിടുക എന്ന ബിന്ദുവിലേക്കാണ്. അപ്പം അള്ളാഹുവിലേക്ക് ഒരു ആത്മീയ ഗുരുവിലൂടെ സത്യസന്ധമായി മുന്നിടലാണ്. അത് ശേഷമുള്ള മഹാന്മാരുടെ എല്ലാ വചനങ്ങളിലൂടെയും മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ സൂഫിയാക്കൾ പറയുന്ന ഇസ്തിലാഹുൽ കസൻസാൻ എന്ന് പറയുന്നൊരു ഗ്രന്ഥമുണ്ട്. ഈ പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം, അത്ത്വരീഖത്തു ഹിയ സഫറു ഇലല്ലാഹി ബിത്തിബാഇ ശൈഖിൻ ആരിഫിൻ ബില്ലാഹി അഖദൽ മശീഖത വൽ വിറാസത്തൽ മുഹമ്മദിയ യദം ബിയദിൻ മിൻ ശൈഖിൻ ഇലാ ശൈഖിൻ ഇല റസൂലിൽ അലം അഅ്ലം സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ സംബന്ധിച്ച് ജ്ഞാനമുള്ള അറിവുള്ള ഒരു ഗുരുവിനെ പിന്തുടർന്ന് അള്ളാഹുവിലേക്ക് സഞ്ചരിക്കലാണ് ത്വരീഖത്ത് അഥവാ സൂഫിസം എന്ന് പറയുന്നത്. തൻ്റെ ഗുരു യദംബിയദിൻ മിൻ ശൈഖിൻ ഇലാ ശൈഖിൻ ഇല റസൂലിൽ അഅ്ലം സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, തൻ്റെ ഗുരു അദ്ദേഹത്തിൻ്റെ ഗുരുവിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ ഗുരുവിൽ നിന്ന്, അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ എത്തുന്ന ആത്മീയ ഗുരുക്കളിലൂടെ നേരിട്ട് മുഹമ്മദിയ അനന്തരവും ഗുരുപദവിയും സ്വീകരിച്ച വ്യക്തിയായിരിക്കണം.
അതാണ് അഖദൽ മശീഖത്ത വൽ വിറാസത്തൽ മുഹമ്മദിയ. എന്താകണം? ആത്മീയ ഗുരുക്കളിലൂടെ നേരിട്ട് മുഹമ്മദിയായ അനന്തരവും ഗുരുപദവിയും സ്വീകരിച്ച വ്യക്തിയായിരിക്കണം. എന്നിട്ട് പറയാണ് ഫത്വരീഖത്തു ഹിയ ഉസ്ലൂബുൻ ഔ മൻഹജുൻ ഔ സൈറത്തുൻ. സൂഫിസം എന്നാൽ ഒരു പ്രത്യേക രീതിയും മാർഗവും പ്രയാണവുമാണ്. വൽ മുരീദു അലൈഹി അൻ യസ്ലുക ത്വരീഖല്ലത്തി യതവല്ലാ ഫീഹ ശൈഖുൽ മുർശിദു മുഹിമ്മത്ത തൗസീലിഹി. എന്താ പറഞ്ഞത്? അപ്പോൾ തൻ്റെ ഗുരുവിൻ്റെ വഴിയിൽ പ്രവേശിച്ച് ഗുരുവിനെ കീഴ്പ്പെട്ട് മുന്നേറുകയാണ് വേണ്ടത്. എന്നിട്ട് പറയാണ് വ്യത്യസ്തങ്ങളായ കർമ്മങ്ങളാണ് സൂഫിസത്തിൽ പ്രവേശിച്ച മുരീദ് പ്രവർത്തിക്കേണ്ടത്. കണ്ടോ? വ്യത്യസ്തങ്ങളായ وهي عملية تخضع لعوامل متعددة منها الخضوع التام والتسليم الكلي. അതായത് വ്യത്യസ്തങ്ങളായ കർമ്മങ്ങളാണ് സൂഫിസത്തിൽ പ്രവേശിച്ച മുരീദ് പ്രവർത്തിക്കേണ്ടത്. ഷെയ്ഖിനെ പരിപൂർണമായി കീഴടങ്ങലും സമ്പൂർണമായ സമർപ്പണവും ഓരോ മക്കാമുകളിലേക്ക് പടിപടിയായി കയറിപ്പോകലും ഷെയ്ഖിനെ സംബന്ധിച്ച മുറിയാത്ത ഓർമ്മയും ആ പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. ഈ രീതിക്ക് പോയാലേ എന്തുള്ളൂ? സൂഫിസം കിട്ടുള്ളൂ. അപ്പോൾ സൂഫിസം ഒരു പ്രണയലോകമാണ്. തൻ്റെ ആത്മീയ ഗുരുവിന് നൽകുന്ന പ്രണയമാണ്. ആത്മാനുരാഗത്തിൻ്റെ അതിരുകൾ ഭേദിച്ച് അനന്തമായി അനാദിയായവനിൽ ചെന്ന് ചേരാനുള്ള പ്രയാണം. ആ പ്രയാണം അവസാനിക്കുമ്പോൾ അവൻ ഇല്ലാതെയാകുന്നു. അവനില്ല, ഞാനില്ല, എനിക്ക് പ്രവർത്തനമില്ല എന്ന് പറയുന്ന ഒരു ബോധത്തിലേക്ക്, ഒരു അനുഭവത്തിലേക്ക് അവൻ എത്തുന്നു. കാരണം സർവ്വതും പ്രണയിക്കപ്പെട്ടവൻ്റെ മുന്നിൽ തീർന്നു പോവുകയാണ്. മുഴുവൻ വിഷയങ്ങളും സമന്വയിച്ചുകൊണ്ട് മുഴുവൻ വിഷയങ്ങളും അവൻ്റെ എല്ലാ വിഷയങ്ങളും ഷെയ്ഖിൽ സമർപ്പിക്കുമ്പോൾ ആ ഷെയ്ഖിൽ നിന്ന് നേരിട്ട് അവനിലേക്ക് ഒഴുകുന്ന ആത്മീയ വിജ്ഞാനങ്ങൾ അത് അനുഭവത്തിൻ്റെ ലോകത്തിലൂടെ മനസ്സിലാക്കുന്ന ഒന്നാണ്. ഈ മുഴുവൻ വിഷയങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ട് സൂഫിസത്തെ സൂഫിയാക്കൾ നിർവചിച്ചത് ഇങ്ങനെയാണ്: യുത്ലഖു സൂഫിയത്തു ഇസ്മ ത്വരീഖത്തി അലാ മജ്മൂഅത്തിൽ ഖവാഇദി വറുസൂമില്ലത്തി യഫ്റുദുഹാ അശ്ശയൂഖു അലാ മുരീദിഹിം. ഓരോ ത്വരീഖത്തിൻ്റെ മുരീദന്മാർക്ക് നിശ്ചയിച്ചു കൊടുക്കുന്ന നിയമങ്ങളുടെയും വിഷയങ്ങളുടെയും സമാഹാരത്തിനാണ് സൂഫിസം എന്ന് പറയുന്നത്. മനസ്സിലായോ? അല്ലാതെ ഓരോ ശേഖന്മാരും അവരെ മുരീദന്മാർക്ക് എന്തെല്ലാം കാര്യങ്ങൾ നിശ്ചയിച്ചു കൊടുക്കുന്നോ അതാണ് അതിൻ്റെ സമാഹാരമാണ് സൂഫിസം എന്ന് പറയുന്നത്. വലിഹാദാ ലം യകുനിൻ ലിത്വരീഖത്തി സിഫാത്തുൻ സാബിതത്തുൻ മഹ്ദൂദ. അതുകൊണ്ട് തന്നെ എല്ലാ ത്വരീഖത്തിനും സ്ഥിരപ്പെട്ടതും നിർണിതമായതുമായ ഒരു പൊതു സ്വഭാവമില്ല. ഇപ്പം ഖാദിരിയ ത്വരീഖത്തിൻ്റെ സ്വഭാവമായിരിക്കൂല ഷാദുലി ത്വരീഖത്തിനുള്ളത്. ഷാദുലി ത്വരീഖത്തിൻ്റെ സ്വഭാവമായിരിക്കൂല ഒരു പക്ഷേ എതിനിക്കുള്ളത് നക്ഷബന്ദിക്കുള്ളത്. നക്ഷബന്ദീയത്തിൻ്റെ സ്വഭാവമായിരിക്കൂല റിഫായിക്കുള്ളത്. എല്ലാ ത്വരീഖത്തിനും സ്ഥിരപ്പെട്ടതും നിർണിതവുമാകാത്ത ഒരു സ്വഭാവം, നിർണിതവുമായ ഒരു സ്വഭാവം ഇല്ലാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഓരോ ത്വരീഖത്തിൻ്റെയും മുരീദന്മാർ അവരവരുടെ ഒരു ത്വരീഖത്തിൻ്റെയും ശൈഖന്മാർ അവരവരുടെ മുരീദന്മാർക്ക് നിശ്ചയിച്ചു കൊടുക്കുന്ന നിയമങ്ങളുടെയും വിഷയങ്ങളുടെയും സമാഹാരത്തിനാണ് സൂഫിസം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഓരോ ത്വരീഖത്തിൻ്റെയും അധ്യാപനങ്ങൾ ആ ത്വരീഖത്തിൻ്റെ പ്രത്യേകമായ ശൈഖിലേക്ക് മടങ്ങുന്നതാണ്. അതാണ് ഫഇന്ന തആലീമ കുല്ലി ത്വരീഖത്തി തർജിഉ ഇലാ ശൈഖിഹിൽ ഖാസി. ഓരോ ത്വരീഖത്തിൻ്റെയും അധ്യാപനങ്ങൾ ആ ത്വരീഖത്തിൽ പ്രത്യേകമായ ശൈഖിലേക്കാണ് മടങ്ങുന്നത്. അതായത് ഒരു ത്വരീഖത്തിലെ നിയമങ്ങളും തത്വങ്ങളും മുരീദന്മാരെ തർബിയത്ത് ചെയ്യുന്ന രീതികളും ആ ശൈഖ് തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതുമായിരിക്കും. അതനുസരിച്ച് മാറ്റങ്ങൾ വന്നു. സൂഫി മാർഗത്തിൽ ഒരു ത്വരീഖത്തിലെ നിയമങ്ങൾ അനുസരിച്ച് മറ്റു ത്വരീഖത്തിനെ വിലയിരുത്താനോ മോശമാക്കാനോ പറ്റുകയില്ല എന്നും കൂടി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണ് സൂഫി മാർഗങ്ങളായ ത്വരീഖത്തുകളിൽ വ്യത്യസ്തങ്ങളായ വൈവിധ്യങ്ങൾ ഉണ്ടായി തീർന്നത്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു തൻ്റെ മുരീദന്മാർക്ക് നൽകിയ നിയമങ്ങളും വിഷയങ്ങളും പിൽക്കാലത്ത് ഒരു മാർഗരേഖയായി വന്നപ്പോൾ മഹാനവറിലേക്ക് ചേർത്ത് ഖാദിരിയ ത്വരീഖത്ത് എന്ന പേരിൽ രൂപാന്തരപ്പെടുകയാണ് ചെയ്തത്. ഇതേ പ്രകാരം ഷെയ്ഖ് റിഫാഇ റളിയല്ലാഹു അൻഹുവിലൂടെ റിഫാഇ ത്വരീഖത്തും ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹുവിലൂടെ ദസൂഖിയ ത്വരീഖത്തും അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹുവിലൂടെ ഷാദുലി ത്വരീഖത്തും രൂപാന്തരപ്പെടുകയാണ്.
ഇങ്ങനെ സൂഫികളുടെ തർബീയത്തിൻ്റെ വിഭിന്ന രീതികളും ശൈലികളും അനുവർത്തിച്ചു പോന്നവർ ഓരോ ത്വരീഖത്ത് പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളായി മാറി എന്നുള്ളതാണ്. അതാണ് അദിക്കിയ എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, വലികുല്ലി വാഹിദിഹിം ത്വരീഖും മിൻ തുറുഖ് യഖ്താറുഹു ഫയകൂനു മൻ ദാ വാസില. ഓരോ സൂഫികളും ഓരോ മാർഗങ്ങളാണുള്ളത്. ആ മാർഗങ്ങളിലൂടെ അവർ തൻ്റെ മുരീദന്മാരെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. ആ ലക്ഷ്യസ്ഥാനത്തിലൂടെ അവർ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുക തന്നെ ചെയ്യും. എല്ലാവരുടെയും ലക്ഷ്യം ഒന്നാണ്, മാർഗം വ്യത്യാസമാണ്. അങ്ങനെ വന്ന സൂഫി സരണികളാണ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചിശ്തിയ സൂഫി സരണിയും, അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹുവിൻ്റെ ബദവിയ സൂഫി സരണിയും, ഇബ്നു അറബി തങ്ങളുടെ അക്ബരിയ ത്വരീഖത്തും, ബഹാഉദ്ദീൻ നഖ്ശബന്ദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നഖ്ശബന്ദിയ ത്വരീഖത്തും, ലിയാഹുദ്ദീൻ അഹ്മദ് ബിൻ നജീബ് സുഹ്റവർദി റളിയല്ലാഹു അൻഹുവിൻ്റെ സുഹ്റവർദിയ ത്വരീഖത്തും. ഇങ്ങനെ സൂഫി സരണികൾ നിരവധിയാണ്. ഈ സരണിയിലൂടെയെല്ലാം നേതാക്കന്മാർ ഖുർആൻ സുന്നത്ത് അനുസരിച്ചാണ് തൻ്റെ മുരീദന്മാർക്ക് ആവശ്യമായ നിയമങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കിയത് എന്നതുകൂടി പ്രത്യേകം ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ തരീഖത്ത് ഖുർആനും സുന്നത്തും വലിച്ചെറിഞ്ഞിട്ടുള്ള പ്രസ്ഥാനമാണെന്നൊന്നും പറയാൻ നിൽക്കണ്ട. കാരണം ശരീഅത്തിൽ മുജ്തഹിദുകൾ ഉള്ള പോലെ തന്നെ ത്വരീഖത്തിലും മുജ്തഹിദുകളുണ്ട്. അത് നമുക്കറിയുന്ന ഒരു കാര്യമാണ്. ത്വരീഖത്തിൽ മുജ്തഹിദ് ഉണ്ടാകുമ്പോൾ ത്വരീഖത്തിൽ അവർ നിയമങ്ങൾ ഉണ്ടാക്കും, സുന്നത്തുണ്ടാക്കും, നിർബന്ധമായ കാര്യങ്ങൾ ഉണ്ടാക്കും, അങ്ങനെ ഉണ്ടാക്കണം. അതുകൊണ്ടാണല്ലോ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി അദിക്കിയയിൽ പറഞ്ഞത്, വത്വരീഖു കുല്ലി മശായിഖിൻ ഖദ് ഖുയ്യിദത് ബികിതാബി റബ്ബി വൽ ഹദീസി തവസ്സുല. ഏത് സൂഫികളുടെയും ത്വരീഖത്തുകൾ കിതാബ് സുന്നത്തിൽ ഭദ്രമാണ്. അതിൽ ലോകത്ത് അറിയപ്പെട്ടതും അറിയപ്പെടാത്തതുമായ എല്ലാ ത്വരീഖത്തുകളും അങ്ങനെയാണ്. ഖാദിരിയ ത്വരീഖത്ത്, റിഫാഇയ ത്വരീഖത്ത്, ഷാദുരിയാണെങ്കിലും ബദവിയാണെങ്കിലും ദസൂഖിയാണെങ്കിലും അക്ബരിയാണെങ്കിലും ഷത്താരിയാണെങ്കിലും ഇനി നക്ഷബന്ദിയാണെങ്കിലും സുഹ്റവർദിയാണെങ്കിലും ഐദ്രോസിയാണെങ്കിലും തുടങ്ങിയ നിരവധി ത്വരീഖത്തുകളും ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. എല്ലാം കിതാബ് സുന്നത്തിൽ ഭദ്രമാണ്. ചുരുക്കത്തിൽ സൂഫിസം യഥാർത്ഥമായ ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നു എന്നുള്ളതാണ്. അതിലേക്കുള്ള വ്യത്യസ്ത മാർഗങ്ങളാണ് ഇവകളെല്ലാം. ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ എല്ലാം ഒന്നിൽ നിന്നും വേർപിരിഞ്ഞതാണ് എന്നും അതാണ് ഖാദിരിയ സരണിയെന്നും എല്ലാ ത്വരീഖത്തുകളുടെയും കണ്ണാണ് ഖാദിരിയ സരണിയെന്നും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് തന്ന ഇഹ്സാൻ മാത്രമാണ് ഇതിലെല്ലാം ഉള്ളത്. അതുകൊണ്ട് ത്വരീഖത്ത് സൂഫിസം എന്നുള്ളത് നമ്മളുടെ ദീനിൻ്റെ ആത്മാവ് തന്നെയാണ് എന്ന് മനസ്സിലാക്കി ഈ പറഞ്ഞ സൂഫിസത്തിലൂടെ സഞ്ചരിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാകണം എന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ സൂഫിസത്തിൻ്റെ അനിവാര്യതയെ